വേഗം നടക്കടി, ഇപ്പൊ തന്നെ ഓടാണ്, സ്പീഡാക്ക്. ദേ പെണ്ണെ, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എന്റെ ചെക്കനെ കാണാനല്ലേടി. ഇന്ന് എണീക്കാൻ കുറച്ചു വൈകി, അതിന്റെ ബാക്കിയാണിപ്പോ. ഫസ്റ്റ് പീരീഡ് അൻവർ സാറാണ്. ലേറ്റ് ആയാ പിന്നെ കേറ്റത്തില്ല. അതാണ് പെണ്ണ് എന്നെയും വലിച്ചോടുന്നത്. ദിയ നിഷ്കുവായി പറഞ്ഞതും ഓളുടെ മുഖം കണ്ടപ്പോ പാവം തോന്നി. പിന്നെ PT വിഷയം മനസ്സിൽ വിചാരിച്ച് ഒറ്റ ഓട്ടം. സാർ, കിതച്ചുകൊണ്ട് ഉറക്കെ ഞാൻ വിളിച്ചതും സാറ് പെട്ടെന്ന് ഞങ്ങളെ കണ്ടപ്പോ വാച്ചിലേക്ക് നോക്കി. എന്താ? സമയം കുറെ ആയതുകൊണ്ട് അത്യാവശ്യം കനപ്പിച്ച് തന്നെയാണ് സാറ് ചോദിച്ചത്. കേറട്ടെ? ടൈം? സോറി സാർ, നിഷ്കുവായി നിന്നുകൊണ്ട് പറഞ്ഞതും എന്തായാലും ക്ലാസ്സിൽ കേറണ്ട, കനപ്പിച്ച് പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് തന്നെ തിരിഞ്ഞു. പെട്ടെന്ന് ഞങ്ങളുടെ സൈഡിലേക്ക് നോക്കിയ സാർ പെട്ടെന്ന് സ്റ്റക്കായി. കാര്യമറിയാതെ ഞാൻ ദിയെ നോക്കിയതും പെണ്ണ് സാറിനെ തന്നെ നോക്കി നിൽപ്പാണ്. അപ്പോ അത് കണ്ടപ്പോഴാണ് സാർ സ്റ്റക്കായത്. സാറിന്റെ കാട്ടിക്കൂട്ടലും ദിയയുടെ നോട്ടമൊക്കെ കണ്ടപ്പോ അറിയാതെ ചിരി പൊട്ടി. ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ദിയെ തട്ടിയതും പെണ്ണ് പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് നോക്കി. എന്തോന്നാടി ഇത്, ഒരു മയത്തിലൊക്കെ നോക്കേ. ഇളിക്കണ്ട, വാ പോകാം. ഞാനില്ല, ഞാൻ ദർശന സുഖം നേടുന്നത് പറ്റുന്നില്ലേ നിനക്ക്? അവളുടെ ഒരു കോപ്രായം കാട്ടി പറയൽ കണ്ടതും ഞാൻ അവിടെ പോസ്റ്റായി. അപ്പൊ പിന്നെ നെക്സ്റ്റ് അവർ വരെ ഫോണിൽ തോണ്ടി. അൻവർ സാറ് പോകുമ്പോ ദിയെ കലിപ്പിച്ച് നോക്കാനും മറന്നില്ല. അവൾ ഒന്ന് ചിരിച്ചു കൊടുത്ത് നേരെ പോയി ഇരുന്നു. കുരുപ്പോളെ, ക്ലാസ്സിനില്ലെങ്കിൽ പറയണ്ടേ. ഞങ്ങളെ കണ്ടതും സിത്തു കലിപ്പായി. സത്യമായിട്ടും ഇത്ര നേരം ഇവളെ ഓർത്തത് പോലുമില്ല. നിനക്ക് തോന്നുന്നുണ്ടോ സിത്തു, ഇവൾ അൻവർ സാറിന്റെ ക്ലാസ്സിന് കേറൂലെന്ന്? ഈ അനുവിനോട് ഞാൻ ഓടാൻ പറഞ്ഞതാ, അവള് മെല്ലെ നടന്നോണ്ടാന്നേ. ആടി, ഇനി എന്നെ പറ. മതി മതി, ഞാനൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ വാക്പോര് കേട്ടതും സിത്തു കൈകൂപ്പി. ഇന്റർവെല്ലായതും മരച്ചുവട്ടിലേക്ക് പോയി. അവിടെ കത്തിയടിച്ചിരിക്കുമ്പോഴാണ് ഒരു കാർ മുമ്പിൽ വന്ന് നിന്നത്. ആരാന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അതിലേക്ക് നോക്കിയിരുന്നു. അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ടതും എൻ്റെ മിഴികൾ ഒരു മാത്രേ നിറഞ്ഞു തൂവി. ഇത്രയും കാലം അകന്നു നിന്ന ഒരിക്കലും ഇനി കാണില്ലെന്ന് നനച്ചതാണ്. ഓർമ്മകൾ ആ ഒരു സെക്കൻഡിൽ കണ്ണിലൂടെ മിന്നി മറഞ്ഞു. ഇരുന്നിടത്ത് നിന്ന് അറിയാതെ എണീറ്റതും സിത്തുവേട്ടനും സിത്തുവും അരുണേട്ടനും കിച്ചുവും കൂടെ അവിടേക്കോടി. അവളെ ചുറ്റി. അനു? ദിയയുടെ വിളിയിൽ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നതും കണ്ണു തുടച്ചുകൊണ്ട് അവളെ നോക്കി. ആരാടി അത്? അതിന് മറുപടി ഒന്നും കൊടുക്കാതെ അവിടേക്ക് തന്നെ മിഴികൾ ഉറപ്പിച്ചു. പെട്ടെന്ന് എന്നെ കണ്ടതും ഒരു ഞെട്ടൽ ആ മുഖത്ത് പ്രകടമായി. അവളെ ചുറ്റും കൂടിയവരെയൊക്കെ മാറ്റിക്കൊണ്ട് അവൾ ഓടി എൻ്റെ അരികിലേക്കെത്തി. അനു? നിറഞ്ഞു തൂവിയ മിഴികൾ ഉയർത്തിയ പരസ്പരം നോക്കിക്കൊണ്ട് കീർത്തി അവളെ കെട്ടിപ്പിടിച്ചു. കരഞ്ഞു കുറേ നേരം അങ്ങനെ നിന്നതും ബാക്കിയൊക്കെ ഞങ്ങളെ തന്നെ നിരീക്ഷണം നടത്തുന്നത് കണ്ടതും അപ്പോ അവളിൽ നിന്ന് വിട്ടുമാറി. നിങ്ങളെങ്ങനെ? കിച്ചുവേട്ടന്റെ ചോദ്യം കേട്ടപ്പോ ഞാനും കീർത്തിയും പരസ്പരം നോക്കി ചിരിച്ചു. അതൊക്കെ പറയാം. അല്ല, ഇതാണോ മോള് പറഞ്ഞ സർപ്രൈസ്? സിദ്ധുവേട്ടനാണ് കേട്ടോ ചോദിച്ചത്. എങ്ങനെയുണ്ട്? തോള് പൊക്കിക്കൊണ്ട് കീർത്തി ചോദിച്ചതും വേണ്ടായിരുന്നു കിച്ചുവേട്ടൻ പറഞ്ഞതും കീർത്തി ആളുടെ വയറിന് ഒരു കുത്തു കൊടുത്തു. ബാക്കി ഞാൻ വഴിയെ തരാട്ടാ. അപ്പോഴേക്കും കീർത്തിയുടെ അമ്മയും അച്ഛനും വന്നു. എന്നെ കണ്ടതും അവരും ആദ്യം ഒന്ന് ഞെട്ടി. പിന്നെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അതെ, മതി മതി, ഇനി എപ്പോഴും കാണാലോ, ടൈമായി, വാ. അച്ഛനും അമ്മയും എന്നോട്, കീർത്തി അവരോടൊക്കെയും കത്തി അടിച്ചിരിക്കുകയാണ്. എനിക്ക് അഡ്മിഷൻ ശരിയായിട്ടുണ്ട്, അതൊന്ന് ശരിയാക്കിയിട്ട് വരാവേ. അവര് ഓഫീസ് റൂമിൽ പോയതും അവിടെ ഉള്ളവർ എന്നെ വളഞ്ഞു. നിങ്ങളെങ്ങനെയാ അനു പരിചയം? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ചെറുപ്പം. എന്ന് വെച്ചാ നിന്റെ നാട്? 1 മുതൽ 10 വരെ ഒരുമിച്ചായിരുന്നു. പിന്നെ അച്ഛൻ്റെ മരണം, വീട് മാറൽ എല്ലാം കാരണം പിരിഞ്ഞു പോയി. ഓഹോ, അപ്പോ അതുകൊണ്ടാണ് കീർത്തി +1 +2 ഇവിടേക്ക് വന്നത്. ആയിരിക്കും. എന്നാലും ഇടയ്ക്ക് കാണലുണ്ടായിരുന്നു.
നന്ദന്റെ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ ആരും അറിയാതെ ഒളിച്ചോടിയതല്ലേ. സോ പിന്നെ അവളെ ഇന്നാ കണ്ടത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു കാഴ്ച. പറഞ്ഞു കഴിഞ്ഞതും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. മതി കരഞ്ഞത്. ദേ പെണ്ണെ, ഞാൻ പറഞ്ഞതാ നിന്നോട് കരയരുതെന്ന്. ദിയ കലിപ്പായതും ഞാൻ കണ്ണു തുടച്ചു. കീർത്തിയെ കണ്ടതിൻ്റെ സന്തോഷ കണ്ണീരാണോടി? ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നിന്നതും ദിയയും സിത്തുവും കനപ്പിച്ചൊന്ന് നോക്കി. അവരുടെ നോട്ടം കണ്ടതും ഏട്ടൻസ് കളിയാക്കി ചിരിച്ചു. അതിനിടയ്ക്ക് അഡ്മിഷൻ ശരിയാക്കി അവർ വന്നു. അച്ഛനും അമ്മയും ഇനി വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞാണ് പോയത്. അവർ പോയതും പിന്നെ ക്ലാസ്സിന് കയറാതെ ഗ്രൗണ്ടിൽ പോയി ഇരുന്നു ഞങ്ങൾ. പിന്നെ അവിടെ ഇരുന്ന് കത്തിയടിയായിരുന്നു. ഞങ്ങൾക്കൊക്കെ കീർത്തിയെ അറിയാം, ദിയയ്ക്കാണ് ഇപ്പോൾ ആളെ അറിയാത്തത്. പക്ഷേ അവരും പെട്ടെന്ന് കൂട്ടായി. ഇന്നലെ നിന്റെ സൗണ്ട് കേട്ടപ്പോൾ എനിക്കെന്തോ ഫീൽ ചെയ്തു കീർത്തി. ഞാൻ പറഞ്ഞപ്പോൾ അവള് ശരിക്കും എന്ന മട്ടിൽ എന്നെ ഒരു നോട്ടം. ആടി, ഇവരോട് ചോദിച്ചു നോക്ക്. ഞാൻ ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ വിശ്വസിച്ചെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. ഇത്രയും വർഷം കാണാതിരുന്നത് കൊണ്ട് പറയാൻ കഴിയുന്നിടത്തോളം കാര്യങ്ങൾ ഒറ്റയിരുപ്പിൽ പറഞ്ഞു തീർത്തു. അതിനിടയ്ക്ക് ബാക്കിയുള്ളവരെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല എന്ന് വേണം പറയാൻ. അല്ലടി, സാറുമാരൊക്കെ എങ്ങനെയാ? സീനാണോ? ചെറുതായിട്ടൊക്കെ. കാര്യം പറയടി. ആ പെണ്ണെ, കീർത്തി ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെയാണ്. മരച്ചുവട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് കീർത്തിയുടെ ചോദ്യം. അല്ല, നീ എന്താ കരുതിയേ? കോളേജാണ്, ഫ്രീ ബേർഡായി നടക്കാന്നോ? അത് നടക്കൂലെന്ന് എനിക്കറിയില്ല അനു. എന്നാലും കുറച്ചൊക്കെ പ്രതീക്ഷിച്ചു. ഇളിച്ചുകൊണ്ട് പെണ്ണ് പറഞ്ഞതും കുറച്ചൊക്കെ നടക്കും, നീ വാ. ദിയ അവളെയും വലിച്ചു പാഞ്ഞു. ഞാനും സിത്തുവും അവൾക്ക് പിന്നാലെയും. ഇന്നലത്തെ പോലെ പുറത്തു നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഓടിയത്. ദിയ, അൻവർ സാറാണ് ഫസ്റ്റ് പീരീഡ്. ക്ലാസ്സിൽ കയറി കീർത്തിയെ കണ്ടതും എല്ലാവരും വന്ന് പരിചയപ്പെട്ടു. എല്ലാവരും ഒന്ന് കത്തിയടിച്ചതും സാറ് വന്നു. ഇന്ന് ക്ലാസ്സിൽ ന്യൂ അഡ്മിഷൻ ഉണ്ടല്ലോ. സാർ കീർത്തിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും പരിചയപ്പെട്ടോ? സാർ ചോദിച്ചതും എല്ലാവരും എസ് എന്ന് ഉറക്കെ അലറി. ഓ, ചോദ്യം ചോദിച്ചാൽ ആർക്കും ഇത്രയ്ക്ക് ഒച്ചയൊന്നും ഇല്ലല്ലോ. സാർ ആക്കി പറഞ്ഞതും എല്ലാവരും ഇളിയോടെ സൈലൻ്റായി. എന്നാ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്നും കൂടെ പരിചയപ്പെടുത്തിക്കോ. സാറ് പറഞ്ഞതും കീർത്തി വീണ്ടും അവളെ തന്നെ പരിചയപ്പെടുത്തി. പിന്നെ ക്ലാസ് എടുത്തു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് സാറിൻ്റെ നോട്ടം സാറിനെ തന്നെ നോക്കിയിരിക്കുന്ന ദിയയിലേക്ക് പാറി വീഴുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ശബ്ദം ഒന്നിടറുന്നുമുണ്ട്. ഈ പെണ്ണാണെങ്കിൽ കണ്ണ് വിടിയിക്കുന്നത് കൂടെയില്ല. ഒരു നടക്കി പോകില്ലെന്ന് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു. സാറ് പെട്ടെന്ന് ബെഞ്ചിൽ ആഞ്ഞടിച്ചു. അതു കേട്ടതും ദിയ അറിയാതെ ഞെട്ടി എണീറ്റ് പോയി. ബോധവും കഥയും ഇല്ലാതെ എണീറ്റതാണെന്ന് പെണ്ണിൻ്റെ നിൽപ്പ് കണ്ടാലേ അറിയാം. അവളെ കൈ പിടിച്ചു വലിച്ചതും പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് സാറിനെ നോക്കി. പിന്നെ ഒറ്റ ഇരിപ്പായിരുന്നു. ക്ലാസ്സും കഴിഞ്ഞ് സാറ് പോകുമ്പോൾ ദിയയെ കനപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ടാണ് പോയത്. ഞാനും സിത്തുവും കൂടെ അവളെ കളിയാക്കി കൊല്ലുകയും ചെയ്തു. കീർത്തി ബാക്കിയുള്ളവരോട് സൊല്ലിയിരിക്കുകയാണ്. പിന്നെ അടുത്ത പീരീഡും കീർത്തിക്ക് പരിചയപ്പെടൽ തന്നെയായി പണി. ഇന്നിനി ഫുൾ ഇതാകും. കീർത്തി വന്നതിൻ്റെ സന്തോഷത്തിലാണ് കിച്ചു. ഒരു വീട്ടിലായതുകൊണ്ട് തന്നെ അച്ഛനമ്മമാർക്ക് നല്ല പേടിയുണ്ട്. എന്നെ വിശ്വസിച്ചോളാന്ന് കിച്ചു ഉറപ്പ് നൽകിയിട്ടാണ് ഇപ്പോൾ അവിടെ നിർത്തിയത്. അല്ലെങ്കിൽ ഹോസ്റ്റലായിരുന്നു പ്ലാൻ. അമ്മായിയൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ പോകും. ബ്രേക്കായപ്പോൾ മരച്ചുവട്ടിൽ തന്നെ സീറ്റായി. പെൺപട വരുന്നത് കണ്ടതും കിച്ചു എണീറ്റു. എന്താടാ? ഒന്നുമില്ല. ഡാ മോനെ, മര്യാദയ്ക്ക് പറഞ്ഞോ. ഞാൻ കലിപ്പിച്ച് നോക്കി പറഞ്ഞതും അവൻ ഇളിച്ചോണ്ട്, സിദ്ധു, ഇന്നലെ ഒന്ന് സംസാരിച്ചിട്ട് കൂടെ ഇല്ലടാ. പെണ്ണിനോട് ഇന്നുമില്ല. ഒന്ന് അടുത്ത് കിട്ടിയിട്ട് മര്യാദയ്ക്ക് മിണ്ടാൻ കൂടെ വയ്യാതെ ഇരിക്കുകയാടാ. ഞാൻ അവളെയും കൊണ്ടൊന്ന് മാറിയിരുന്ന് സംസാരിച്ചിട്ടൊക്കെ വരാം. കിച്ചു കെഞ്ചിയതും ചിരിയാണ് വന്നത്. അതൊന്നും നടക്കില്ല. നിന്നെ നോക്കാനേ അമ്മായി എന്നോട് കൂടെയാണ് പറഞ്ഞത്. എന്നോടും പറഞ്ഞായിരുന്നു വന്നപ്പോൾ. അരുണും കൂടെ ചുമതല ഏറ്റെടുത്തു. ഓ, വിടമാട്ടെ വിടമാട്ടെ. അവൻ്റെ നാഗവലി ഡയലോഗ് കേട്ടതും ഞാനും അതേ ട്യൂണിൽ തലയാട്ടി. ഞാനും വിടമാട്ടെ. അരുൺ ഒരു കാര്യവുമില്ലാതെ ഇടയിലൂടെ ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്താടാ? നടക്കില്ല മോനെ.
നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. അരുൺ പറഞ്ഞതിനോട് യോജിച്ച് ഞാനും തലയാട്ടിയതും കിച്ചു അരുണിനെ നോക്കിക്കൊണ്ട്, നീ വല്ലാതെ പറയണ്ട മോനെ. ഇന്നല്ലെങ്കിൽ നാളെ സിത്തുവിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമല്ലോ, അപ്പോൾ ഞാനും പറയാം. അത് കേട്ടതും അരുൺ ഞെട്ടിക്കൊണ്ട് ഞങ്ങളിലേക്കടുത്ത പെൺപടയെ നോക്കി അവർ കേട്ടോ എന്നാണ് അവൻ്റെ പേടി. നിന്നോട് കൂടെയാ, അനുവിനെ നീയും കാണാൻ ഞാൻ സമ്മതിക്കില്ല. ഓഹോ, ഞാൻ അവനെ ഒന്ന് ആക്കിക്കൊണ്ടിളിച്ചതും അവൻ്റെ ഭാവം പിന്നെയും മാറി നിഷ്കുവായി. നോക്കണ്ടടാ പട്ടി, കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം എന്നല്ലേ പ്രമാണം? എന്ത് പ്രമാണം? ആരുടെ കാല്? കിച്ചു പറഞ്ഞത് കേട്ടുകൊണ്ട് പെൺപട വന്നു. ദിയ ചോദിച്ചുകൊണ്ടിരുന്നു. ഒന്നുമില്ല എൻ്റെ പെണ്ണേ. കിച്ചു കൈ കൂപ്പി. കീർത്തി വാ. ഞങ്ങളെ നോക്കാതെ കിച്ചു വേഗം കീർത്തിയെ വിളിച്ചതും ഞാനും അരുണും പെട്ടെന്ന് ഡാ എന്ന് അലറി. അപ്പോഴേക്കും അവളെയും കൊണ്ട് അവൻ ഓടി. അവൻ്റെ ഓട്ടം കണ്ട് ഞങ്ങൾ ഒരേപോലെ പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ മാറി മറന്നു ചിരിക്കുന്ന അനുവിൽ തറഞ്ഞു നിന്നു. ചിരിച്ചോണ്ടിരുന്നതാണോ എന്തോ, എൻ്റെ അടുത്താണ് ഇരിപ്പ്. ചിരിക്കുമ്പോൾ പെണ്ണിന് കൂടുതൽ ഭംഗി കൂടിയ പോലെ തോന്നി. വിടർന്ന മിഴികളിൽ ചെറുതായി കൺമഷി എഴുതിയിട്ടുണ്ട്, അതല്ലാതെ വേറൊരു പുട്ടിയുമില്ല. ഒരു വേള അവളിൽ തന്നെ മിഴികൾ തറഞ്ഞു നിന്നു. പെട്ടെന്ന് തല ചേരിച്ച് അനു എൻ്റെ നോട്ടം കണ്ടതും സ്വിച്ച് ഇട്ട പോലെ സ്റ്റക്കായി. പെട്ടെന്ന് അവളുടെ മിഴികൾ പിടഞ്ഞു. എന്നെ തന്നെ നോക്കി നിന്നു. ആ മിഴികളിൽ ലയിച്ചു പോകുമ്പോൾ തോന്നി. പെണ്ണിൻ്റെ നോട്ടം എൻ്റെ നെഞ്ചിൽ കുത്തിയിറങ്ങി, ഹൃദയത്തിലേക്ക് ആഴ്ന്നു. ഇമ വെട്ടാതെ പരസ്പരം നോക്കിയിരുന്നതും പെട്ടെന്ന് ചുറ്റും നിന്ന് ചുമയും കൊരയുമൊക്കെ കേട്ടു. പെട്ടെന്ന് പെണ്ണൊരു പിടച്ചിലോടെ കണ്ണുകൾ മാറ്റി. ഒരു തരം വെപ്രാളത്തോടെ കൈകൾ ഷാളിൽ പിടിമുറുക്കിക്കൊണ്ടിരുന്നു. ആരെയും നോക്കാതെ തലയും താഴ്ത്തി തന്നെയുള്ള പെണ്ണിൻ്റെ ഇരിപ്പ് കണ്ടതും എൻ്റെ ചുണ്ടിൽ ഒരു ചിരി മുട്ടിട്ടു. ബാക്കിയുള്ളവരുടെ നോട്ടവും ചിരിയും കണ്ടതും കൂർപ്പിച്ചൊന്ന് നോക്കിയപ്പോൾ ഒക്കത്തിൻ്റെയും ചിരി പൂട്ടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ കിച്ചുവും കീർത്തിയും വന്നു. പിന്നെ ഒരു നേരം അവിടെ തന്നെ ഇരുന്നു. അവർക്കും ക്ലാസ് ഉണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് പോകാൻ നേരം പെണ്ണിനെ ഒന്ന് നോക്കാൻ മറന്നില്ല. എൻ്റെ നോട്ടം കണ്ടതും പെടുന്നനെ എന്നിൽ തന്നെ ആയിരുന്ന അവളുടെ മിഴികൾ മാറ്റി. ഒരു കുഞ്ഞി പുഞ്ചിരിയോടെ പോകുമ്പോഴും അവളുടെ നോട്ടവും ഞെട്ടലും ഒക്കെ തന്നെയാണ് മനസ്സിൽ നിറഞ്ഞിരുന്നത്. ഒരിക്കലും നനച്ചതല്ല പെണ്ണെ, നെഞ്ചിൽ ഇത്രത്തോളം ആഴത്തിൽ പതിയും നീയെന്ന്. ഇന്നലെ സിദ്ധുവേട്ടനെ നോക്കിയിരുന്നതൊക്കെ ആലോചിച്ച് എനിക്ക് തന്നെ ഒരു ചമ്മൽ. മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് ഒന്ന് പോന്നാൽ മതി എന്ന ആദ്യം. കുറച്ച് ചിരിയൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ അവരാരും ഒന്നും പറഞ്ഞില്ല. അത് തന്നെ സമാധാനം. ഇനിയും ആളെ കാണണമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്. ഇതുവരെ ആരോടും തോന്നാത്ത ഫീലിങ്സ് ഒക്കെ തോന്നുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വരുന്ന മുഖം. എന്താലോചിച്ച് നടക്കാനു? ഓരോന്നും ആലോചിച്ച് നടക്കുമ്പോഴാണ് ദിയ പറഞ്ഞത്, ഏയ് ഒന്നുമില്ലടി. ഈയിടെ നിനക്ക് കുറച്ച് ആലോചന കൂടുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് മോള് കരുതണ്ട. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ദിയ പറഞ്ഞതും ഞെട്ടൽ മറച്ചു പിടിച്ചുകൊണ്ട് ഒന്ന് ഇളിച്ചു. ഇപ്പൊ സംസാരിക്കാൻ നിന്നാൽ നല്ലതല്ലെന്ന് അറിയുന്നത് കൊണ്ട് വേഗം നടന്നു. ഇന്ന് പോകുമ്പോൾ കീർത്തി അച്ഛനും അമ്മയും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ഓർമ്മിപ്പിച്ചാണ് പോയത്. സിദ്ധുവും വരണമെന്ന് പറഞ്ഞു ഒറ്റപ്പോക്ക്. എന്തെങ്കിലും പറഞ്ഞ് മുടക്കുമെന്ന് വിചാരിച്ചാണെന്ന് തോന്നുന്നു. നാളെ സാറ്റർഡേ ആയതുകൊണ്ട് പോകാമെന്ന് തന്നെ ഉറപ്പിച്ചു. വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ രണ്ടാളോടും സൂക്ഷിച്ചു പോയിക്കോളണമെന്ന് പറഞ്ഞു. നാളെ അവിടേക്ക് പോണതിന് കുറച്ച് പ്ലാൻ ചെയ്ത് അവസാനം ഞങ്ങൾ നിദ്രാദേവിയെ കടാക്ഷിച്ചു.